രാജു തൊണ്ടത്തിൽ എഴുതിയ കാമ്പുള്ള കവിതകളുടെ പുസ്തക പ്രകാശനം നടന്നു. വെങ്ങോല ശാലയം ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൽ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. വായനാ പൂർണിമ ചീഫ് കോർഡിനേറ്റർ EV നാരായണൻ അധ്യക്ഷത വഹിച്ചു. എബ്രഹാം മോർ സേവേറിയോസ് മെത്രാപ്പൊലീത്ത പുസ്തകം പ്രകാശനം ചെയ്തു. രാജുവിനെ വെങ്ങോലയിൽ അംഗീകരിക്കുന്ന ഒരു ബിസിനസ്സുമായി ആയിട്ടുള്ളതിനേക്കാൾ വലിയൊരു സോഷ്യൽ വർക്കറും സമൂഹത്തിനു വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്ന മനുഷ്യനും വളരെ സൈലൻ്റായി പ്രവർത്തിക്കുന്ന ഒരാൾ. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ ആരും അറിയാതെ ചെയ്യുന്ന ചാരിറ്റി സർവീസസ് ഈസ് വെരി ഹൈ. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഒരു ഒന്നാം തരം പോയറ്റുമായി മാറി. പുസ്തകരചന അതിനകത്ത് അർത്ഥഗർഭമായ ഒരുപാട് സംഗതികൾ ചേർത്തിട്ടുണ്ട്. ഞാനത് വായിച്ചു നോക്കിയതാണ്. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും നന്മയും നേരുന്നു. MP ബെന്നി ബഹനാൻ ആശംസകൾ നേർന്നു. എനിക്ക് രാജു എഴുതിയ പുസ്തകം വായിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ രാജു ഒരു പുസ്തകമാണ്. ഒട്ടേറെ കാര്യങ്ങൾ രാജുവിൽ നിന്ന് പഠിക്കാനുണ്ട്. രാജു ഇപ്പോൾ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ പുസ്തകത്തിൻ്റെ ഉൾപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചെറിയൊരു സൂചന തന്നു. നന്മ, കഠിനാധ്വാനം, പ്രകൃതിയൊക്കെ എന്നത്. ഇതിൻ്റെ എല്ലാം ഒരു ഉദാഹരണമാണ് രാജു. രാജുവിൻ്റെ വളർച്ച കഠിനാധ്വാനത്തിലൂടെയാണ്. രാജുവിൻ്റെ ഉയർച്ച നന്മ ചെയ്താണ്. രാജു വളരെ സത്യസന്ധനായൊരു വ്യക്തിയാണ്. വളരെ സത്യസന്ധൻ. ഏറ്റെടുക്കുന്ന ഏത് പ്രവൃത്തിയാണെങ്കിലും അതിൻ്റെ അകത്ത് വളരെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ആ സത്യസന്ധത വെച്ച് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനെന്നും ഞങ്ങളുടെ ഒട്ടേറെ സഹപ്രവർത്തകന്മാരോടും സുഹൃത്തുക്കളോടും പറയുന്നത് രാജുവിനെ ഒരു മാതൃകയാക്കണമെന്നതാണ്. കാര്യം എങ്ങനെ ഒരു വ്യക്തിക്ക് കഠിനാധ്വാനത്തിലൂടെ വളരാൻ കഴിയും, എങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. രാജു ഇന്ന് നമുക്കറിയാം, ചെറുപ്പക്കാർ കാർഷിക മേഖലയിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ രാജു കാർഷിക മേഖലയ്ക്ക് ഇറങ്ങിയ വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജുവിൻ്റെ പുസ്തകം വായിച്ചില്ലെങ്കിലും രാജു എന്ന പുസ്തകത്തെ ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. MLA മനോജ് മൂത്തേടൻ, മുൻ MLAമാരായ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി, സാജു പോൾ എന്നിവർ രാജു തുണ്ടത്തിലിന്റെ കാമ്പുള്ള കവിതകളെക്കുറിച്ച് സംസാരിച്ചു. രാജു ചേട്ടനെ ഞാൻ കാണുന്നത്, ഞാൻ ഈ KSU പ്രവർത്തകനായൊക്കെ ഇതിലൂടെ കടന്നു വരുമ്പോൾ തുണ്ടത്തിൽ ഏജൻസീസ് എന്ന ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ്. ബിസിനസ്സുകാരെന്നുള്ള നിലയാണ് ഞാൻ അറിയപ്പെടുന്നത്. ഒരു വലിയ ബിസിനസ്സുകാരെന്നല്ല, ഒരു ചെറുകിട ബിസിനസ് രംഗത്ത് ശ്രദ്ധേയനായി നിൽക്കുന്ന ഒരാളെന്ന നിലയാണ് രാജുചേട്ടനെ ഞാൻ കാണുന്നത്. അതിനുശേഷമാണ് രാജുചേട്ടൻ ഒരു മികച്ച കർഷകനാണ്, ജൈവ കർഷകനാണെന്നുള്ള കാര്യം പിന്നീട് പലവട്ടം മാധ്യമങ്ങളുടെ വാർത്ത വന്നപ്പോഴൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത്. പിന്നീട് ഞാൻ പങ്കിമലയിലൊരു മീറ്റിങ്ങിന് അവിടെ സുന്ദരപ്പള്ളിയുടെ സമയത്ത് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണെന്ന് ബോധ്യപ്പെടുന്നത് അവിടെ ചെന്നപ്പോഴാണ്. രാജു തുണ്ടത്തിൻ്റെ ഒരു കവിത ഇദ്ദേഹം എന്നെ വിളിക്കുന്ന സമയത്ത് വാട്സാപ്പിൽ അയച്ചു തന്നത് ഞാൻ വായിക്കുകയുണ്ടായി. ഇന്ന് അല്പം തിരക്കുള്ള ദിവസമായിരുന്നു എനിക്ക്. പക്ഷേ ആ ഒരു കവിത എത്രമാത്രം സത്യസന്ധമായിട്ടാണ്, ഹൃദയസ്പർശിയായിട്ടാണ് അദ്ദേഹം എഴുതിയത് എന്നെനിക്ക് മനസ്സിലായി. അത് ആയുസ് എന്ന് പറയുന്നൊരു കവിതയാണ്. ചില കവിതകൾ വായിച്ചു നോക്കിയാൽ വളരെ ലളിതമായ പദങ്ങൾ കൊണ്ട് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഒരു തിരിച്ചറിവ് അദ്ദേഹം നൽകുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ശവക്കല്ലറകളിൽ പോകുന്നവരാണ്. അപ്പോൾ അദ്ദേഹം ഒരു സുറിയാനി ക്രിസ്ത്യാനി ആയതൊരു സുറിയാനി കല്ലറയിൽ പോയി നിന്നിട്ടുള്ള ഒരു കാഴ്ച പോലെയാണ് അതിൽ വിവരിക്കുക. ഇപ്പോൾ പല സംസ്കാരങ്ങളും പല രീതിയിലുള്ള ശവസംസ്കാരവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും ഒക്കെ ശവസംസ്കാരം വ്യത്യസ്തമായ ആചാരക്രമങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഞാൻ ശവക്കല്ലറയിൽ പോയി നിന്നു. ഞാൻ അദ്ദേഹം പറയുന്നത് പോലെയല്ല ഞാൻ പറഞ്ഞത്, കല്ലറയിൽ പോയി നിന്നു. അവിടെയുള്ള കല്ലറകളിലൂടെ, മരണപ്പെട്ടു പോയ ആളുകളുടെ കല്ലറകളിലൂടെ എൻ്റെ നേത്രങ്ങൾ പതിഞ്ഞു. ആ നേത്രങ്ങൾ പതിയവേ ഞാൻ നോക്കി മരണപ്പെട്ടു പോയ ആളുകൾ, പേരുവിവരങ്ങൾ. അവിടെയൊക്കെ ഞാൻ നോക്കിയപ്പോൾ 100 വയസ്സ് തികഞ്ഞ ആരെയും ഞാൻ കണ്ടില്ല.
100 വയസ്സ് പൂർത്തിയായ ആരെയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എല്ലാം 80ഉം അതിൽ താഴെയും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഉപദേശമുണ്ട്, നമ്മൾ പക്ഷികളെ കണ്ടു പഠിക്കണം, അവ ഭക്ഷണം തേടി അലയുന്നതും അതോടൊപ്പം ജീവിതയാത്രയിൽ നമ്മൾ ഇനി എന്ത് എന്നതിനെക്കുറിച്ചും മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഒരു കാമ്പുള്ള കവിതയായിട്ട് ആ കവിത അവസാനിക്കുകയാണ്. ഓരോ കവിതകളും ചെറിയ ചെറിയ കവിതകൾ നമ്മുടെ മനസ്സിനെ സ്പർശിക്കും. ഇപ്പം മനോജ് മൂത്തേടൻ പറഞ്ഞു ഞാൻ കവിത എഴുതുന്ന ആളാണ്. സത്യത്തിൽ എൻ്റെ എഴുത്തൊന്നും കവിത എന്ന് പറയാൻ കഴിയില്ല. ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ നിർമ്മല കോളേജിൽ വെച്ച് ഞാൻ കവിത എഴുതിയതിന് 2 ദിവസത്തേക്ക് കോളേജിൽ പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്തതാണ്. അതാണ് എൻ്റെ കവിതയുടെ ഗുണം. എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഞാൻ ഏതിനെയും വിമർശിക്കുമായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കുഞ്ഞുമ്മ ടീച്ചർ തലമുടി ചുറ്റിക്കെട്ടി വലിയൊരു ഹെയർ പിൻ കുത്തി ക്ലാസ്സിൽ വന്നത് ഞാൻ കവിതയാക്കി. ഇതെൻ്റെ തലമുടി ചുറ്റിക്കെട്ടി തലമുടിക്കെട്ടിൽ കുന്തം കുത്തി നമ്മുടെ ടീച്ചർ നടന്നു വരുന്നേ. ഇപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ കോളേജിലെ ക്യാൻറ്റീനിൽ കാണുന്ന കാര്യങ്ങൾ. അങ്ങേ കടയിൽ കണ്ണുമിഴിച്ചും ഇളിച്ചും ഇരിക്കും കാർന്നവ ക്ലാസ്സിൽ ഇടവക മക്കൾ കൊന്നായി സിഗട്ടിൻ കുറ്റികൾ വിറ്റുതുലയ്ക്കും നേരം മുന്നോട്ടൊരുപിടി ഒന്നൊന്നൊന്നായി ചവിട്ടിക്കയറി മടുത്തും ഇരിപ്പൂ അങ്ങേ മതിലിൽ ഉരുപറ്റങ്ങൾ കാലു ചിരിച്ചു ചിരിച്ചു ചവിട്ടി കാമിനി മാരവർ കണ്ണുമടിച്ചു വിളിച്ചു ചിരിച്ചു വരുന്നത് കണ്ടേ തടിയൻ മാഷുമാരുടെ ഉണ്ട സ്കൂട്ടർ കേട്ടേ താഴെ ക്യാൻറ്റീനിൽ അലുവ് മുറിച്ച് ചവയ്ക്കും ശബ്ദം ദേണ്ടേ ഒരുവൻ കട്ടൻ ചായ കട്ടുകുടിച്ചേ ഇക്ക പിടിച്ചേ ഒച്ചയെടുത്തേ പിന്നെ കതറിൻ കുപ്പായങ്ങൾ ഓടിയെടുത്തു സമരമെടുത്തു ക്ലാസ്സുമെടുത്തു ഹാജരെടുത്തു ഞങ്ങളെ വീട്ടിലയച്ചേ. ഇങ്ങനെയുള്ള ചില കവിതകളൊക്കെ ചെറുപ്പകാലങ്ങളിൽ എഴുതുകയും പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അത് എനിക്ക് എന്നും മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട്, എഴുതി നേടൽ ഉത്തമം ഉഴുതു നേടൽ അത്യുത്തമം എന്ന്. അപ്പോൾ ഇത് രണ്ടും ചേർന്ന ഒരാളായിട്ട് ഇന്ന് മുതൽ അറിയപ്പെടുന്ന ഒരു കവിയായിട്ട് രാജചേട്ടൻ മാറുകയാണ്. അപ്പോൾ ഞാൻ പാർട്ടിയിലൊക്കെ വരുന്ന ഒരു 90കളുടെ കാലഘട്ടത്തിൽ എനിക്കറിയാവുന്ന ബംഗാളിയിലെ ഏക സാഹിത്യകാരൻ മഹാകവി അഡ്വക്കേറ്റ് KV മാത്തപ്പനാണ്. മാത്തപ്പഞ്ചേട്ടൻ്റെ ഒരു സാന്നിധ്യം രാജചേട്ടനെ ഒരു പക്ഷേ സ്വാധീനിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് പോയ ഡോക്ടർ എബ്രഹാം മാർ സേവ്യറിയസ് തിരുമേനി നമ്മുടെ ജീവിതയാത്രയിൽ പ്രചോദനമാകാവുന്ന നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ബത്സേദ എന്ന് പറയുന്ന ഒരു മാഗസിൻ തന്നെ നമ്മുടെ ജോഷി ജോർജിൽ എഡിറ്റർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ സ്ഥിരമായി വായിക്കുന്ന ആളാണ്. ഇപ്പോൾ ഊബർ എല്ലാവർക്കും അറിയാം. Airbnb എന്ന് പറഞ്ഞിട്ട് യാത്രയിൽ അല്ലേ എല്ലാ ദിവസമൊക്കെ യാത്ര ചെയ്യുമ്പോൾ Airbnb എന്ന് പറഞ്ഞാൽ എയർ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. അതിൽ ഈ Airbnbയിൽ ബുക്ക് ചെയ്താണ് ഇപ്പോൾ പല ആളുകൾ യാത്ര ചെയ്യണത്. എനിക്കതിനെപ്പറ്റി ഒരു ധാരണ കിട്ടിയത് ഈ ബത്സേദ മാസികയിൽ നിന്നാണ്. അതിലൊരു ലേഖനം വന്നപ്പോൾ അത് വായിച്ചിട്ടാണ് അങ്ങനെ ഒരു സംഭവം. 3 സായിപ്പ്മാർ കൂടി തുടങ്ങിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബെന്നിച്ചേട്ടൻ 2 പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. അതിൽ അദ്ദേഹം എഴുതിയ 2ാമത്തെ പുസ്തകത്തിൻ്റെ പേര് അടുത്ത ശിഷ്യനായ മനോജിന് പറയാൻ പറ്റുമോ? ബെന്നിച്ചേട്ടൻ്റെ എൽദോസും മനോജും ഒക്കെ അല്ലെങ്കിൽ VH മൂന്നവറ ഏതാണ്ട് അഴിഞ്ഞു പോയതാന്ന് പറയണ്ടേ. അഴിഞ്ഞു പോയ ഇന്നലകളാണ് ഏതാണ്ടല്ല. ബെന്നിച്ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇരുപച്ചൂര് പറയാൻ ബുദ്ധിമുട്ടിയ പേരാത് സാറില്ല. ആ പുസ്തകത്തെ പറ്റി ഇവിടെ പറയാൻ കാരണം ഞങ്ങളുടെ പാർട്ടിയെ ഒരുപാട് കുറ്റപ്പെടുത്തി എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. കേരളത്തിലുണ്ടായ പല വികസന മുന്നേറ്റങ്ങളും, അപ്പോൾ കാർഷിക ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ ബില്ലും അല്ലെങ്കിൽ ജനകീയ ആസൂത്രണവും സാക്ഷരതാ യജ്ഞവും ഒക്കെ ഉണ്ട്. അത് നിൽക്കട്ടെ. പിന്നെ ആ പുസ്തകത്തിനൊരു മറുപടിയോ വിമർശനമോ ആരും എഴുതിയിട്ടില്ല. EMS ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ PG ഉണ്ടായിരുന്നെങ്കിൽ എഴുതുമായിരുന്നു. ബെന്നിച്ചേട്ടൻ്റെ പുസ്തകത്തിൻ്റെ കാതൽ അതാണ്. ഞങ്ങളുടെ പാർട്ടി കേരളത്തിൽ ചെയ്ത കുറേ കുഴപ്പങ്ങളാണെന്ന് അദ്ദേഹം ചിത്രീകരിക്കുന്ന കുറേ കാര്യങ്ങൾ, അത് ബെന്നിച്ചേട്ടൻ്റെ അഭിപ്രായം, അത് പറയാൻ തടസ്സമൊന്നുമില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാഷ് എന്നോട് പറഞ്ഞ 65 എന്നാണ്, പിന്നെ 75 പറഞ്ഞു. എന്തൊക്കെയായാലും ഏറ്റവും കൂടുതൽ എഴുത്തുകാരുള്ള ഒരു പഞ്ചായത്തും പ്രദേശവുമാണ് വെങ്ങോല. പ്രകൃതി സംരക്ഷണം, കർഷകരുടെ ജീവിതം, അമ്മയുടെ സ്നേഹം തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ കവിതയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ലൈബ്രറികൾക്കുള്ള പുസ്തകവും കൈമാറി.
ലാലു തോമസ് ലൈബ്രറി പ്രസിഡന്റ് KM സലീം ഏറ്റുവാങ്ങി. കാമ്പുള്ള കവിതകളുടെ കോപ്പി മുഖ്യമന്ത്രിക്ക് നൽകുവാനായി കമാൻഡർ പൗലോസ് തേപ്പാല MLA മനോജ് മൂത്തേടന് നൽകി. എല്ലാവരും നൽകിയ പിന്തുണയാണ് എഴുത്തിന്റെ വഴിയിലേക്ക് തന്നെ വളർത്തിയതെന്ന് രാജു തുണ്ടത്തിൽ പറഞ്ഞു. ഞാൻ നേരത്തെ പല ചെറിയ കാര്യങ്ങളും ഇങ്ങനെ കുറിച്ചു വയ്ക്കുകയും കവിതകൾ എഴുതുകയും എല്ലാം ചെയ്തിരുന്നു. അതിൽ 2 പേരോടാണ് എനിക്ക് ഏറെ നന്ദി പറയേണ്ടത്. ഒന്ന് മെട്രോ ന്യൂസിനോട്. ഒരു കവിത പ്രസിദ്ധീകരിക്കണമോ അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്യുവാൻ എനിക്ക് ആത്മധൈര്യം നടത്തിയത് ഈ മെട്രോ ന്യൂസാണ്. വീണ്ടും രണ്ടാമത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിനെ ഏറ്റവും സ്നേഹിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടുകാരനായ NR വിജയനാണ് എന്നോട് പറഞ്ഞത്, ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണം, അത് നമ്മളുടെ ഓണംകുളത്ത് വെച്ച് നമുക്ക് നല്ല അടിപൊളി ഒരു ഫംഗ്ഷനാക്കി നടത്തണം എന്ന തീരുമാനം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. പക്ഷേ ഓണംകുളത്ത് അതിനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് നമ്മുടെ സ്കൂളായ ശാലേം ഹൈസ്കൂളിലേക്ക് തന്നെ അത് മാറ്റുകയാണ് ചെയ്തത്. നമുക്കിലെല്ലാം കഴിവുകളുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ കഴിവുകൾ ഉത്തേജിപ്പിക്കപ്പെടുന്നത്. പോസിറ്റീവായി നമ്മളോട് ഇടപെടുന്ന ഒത്തിരിയേറെ ആളുകൾ നമ്മളെ നെഗറ്റീവ് സെൻസിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കഴിവുകൾ കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ എപ്പോഴും സമൂഹത്തിൽ നമ്മൾ പോസിറ്റീവായി നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ അഭിമന്യ തിരുമേനി എപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോഴും അവിടെയെല്ലാം പ്രസംഗം കഴിയുമ്പോൾ എന്നോട് പറയും വെൽ ഡൺ എന്ന് പറഞ്ഞ് എന്നെ അഭിനന്ദിക്കും. ഞാൻ സ്കൂളിൽ പോയി പ്രസംഗിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ കഴിവുകളെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുവാൻ അത് നിമിത്തമാകും. ഈ രചന എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായും അവർ കണ്ടുമുട്ടുന്നതും അവർ ചിന്തിക്കുന്നതുമായ കാര്യങ്ങൾ അവരുടെ മനസ്സിലിട്ട് അമ്മാനമാടിക്കൊണ്ടാണ് നമുക്ക് രചനകൾ ഉണ്ടാകുന്നത്. അത് വലിയവരായാലും ചെറിയവരായാലും വലിയ എഴുത്തുകാരായാലും ചെറിയ എഴുത്തുകാരായാലും. വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീദ ഷെരീഫ്, വൈസ് പ്രസിഡന്റ് VH മുഹമ്മദ്, ഫാദർ ബിജു കാവാട്ട്, ഫാദർ റെജി തെക്കിനേത്ത്, വാർഡ് മെമ്പർമാരായ ജോബി ഏലിയാസ്, മാതൃഭൂമി റിപ്പോർട്ടർ B രാജീവ്, മെട്രോ ന്യൂസ് ചാനൽ മാനേജർ നിഷ രജീഷ്, ജുബൈരിയ ഐസക്, CK അബ്ദുള്ള, അബ്ബാസ് അലി, അജിത് വെങ്ങോല തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പരീക്ഷണ കൃഷി നടത്തുന്ന ആൾ, പരീക്ഷണ കർഷകൻ എന്ന് ആദ്യമായിട്ട് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മാതൃഭൂമിയിലെ രമേശ് ചേട്ടനായിരിക്കും അല്ലേ? അങ്ങനെയാണ്. പിന്നെ ഒരുപാട് വാർത്തകൾ വന്നു. പിന്നെ അദ്ദേഹത്തെ ഒരു തവണയെങ്കിലും ഫോണിൽ വിളിച്ചിട്ടുള്ളവർക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്, ഒരു സിനിമാ പാട്ട്, ഡയലർട്ടോ നേരിനഴക് നേർവഴി അഴക് എന്നുള്ളൊരു പാട്ടാണ്. ഒരു 10 തൊമ്മനും മക്കളും എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. ഒരു 10-20 വർഷം മുമ്പായിരിക്കും ആ സിനിമ ഇറങ്ങിയത്. നേരിനഴക് നേർവഴി അഴക്. ഞാനത് ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, തൊമ്മനും മക്കളും എന്ന് പറഞ്ഞ സിനിമയിലെയാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് അത് എഴുതിയത്. നേരിനഴക് നേർവഴി അഴക് എന്ന് പറയുന്ന അതേ ആ ഡയലർ ടോൺ മുതൽ ആ നേരിൻ്റെയും നേർവഴിയുടെയും അഴക് ജീവിതത്തിലുടനീളം ഇങ്ങനെ കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും പറ്റില്ല. പറയാം, കൃഷി ചെയ്യാൻ പറയാം. ഞങ്ങൾ നെൽകൃഷിയെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട്. ഈ ഇതിൽ പുസ്തകത്തിലുള്ള കവിതകൾ പലതും എന്നോട് പലപ്പോഴും നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഷോപ്പിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ആണ് ഇദ്ദേഹം. ഇപ്പോൾ ബെന്നിച്ചേട്ടൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എഴുതിയാൽ മതി. അനുഭവങ്ങൾ തന്നെയാണ്, കവിത രൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് രാജേഷനെ പരിചയമുള്ളത് മെട്രോ ചാനലിൽ വന്നതിന് ശേഷമാണ്. ഒരു 6 വർഷത്തോളമായി ആ ഒരു പരിചയം, സഹകരണം, സൗഹൃദമെല്ലാം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. സൗഹൃദങ്ങൾ അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ് രാജേഷേട്ടൻ. അദ്ദേഹത്തിൻ്റെ നന്മ, നേര്, സത്യസന്ധത, കൃഷിയോടുള്ള താല്പര്യം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കാമ്പുള്ള കവിതകളിൽ നമുക്ക് പ്രകടമായി തന്നെ കാണാം. അദ്ദേഹം നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ നല്ലൊരു പ്രകൃതി സ്നേഹി കൂടിയാണ്. ഇപ്പോൾ നല്ലൊരു എഴുത്തുകാരൻ കൂടിയായി മാറിയിരിക്കുന്നു. അത് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ തന്നെ വ്യക്തമായി കാണാം. ഞാൻ ആ കവിതയെക്കുറിച്ച് ഒരു ആശയം എഴുതാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ആ കവിതകളെല്ലാം തന്നെ ഞാൻ വായിച്ചിരുന്നു.
അതിൽ പ്രകൃതിയുണ്ട്, പഴയ കാലഘട്ടമുണ്ട്, പ്രകൃതിക്ഷോഭം, അതുപോലെ സൗഹൃദങ്ങൾ, തിന്മകൾ, തിന്മകൾക്കെല്ലാം എതിരെയായിട്ട് വാക്കുകളിലൂടെ ശക്തമായി തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതും വളരെ ലളിതമായ ഭാഷയിൽ, ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിൽ. ഇനിയും അതുപോലെ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. വിദ്യാർത്ഥികൾ കാമ്പുള്ള കവിതകളിലെ മനോഹരമായ കവിതകൾ ചൊല്ലി. വിതയ്ക്കാമി രാജ്യത്തു നമ്മൾക്കു ത്യാഗം കൊണ്ടതിനു വളം വീശി നൽകാം. നന്മകൾ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ രോഗാണുക്കൾക്കു മടിയാണെടുക്കുവാൻ. സ്ഥാനമാനങ്ങൾ മാനിച്ചു പോകുമ്പോൾ ലോകം നമ്മുടെ കാൽ കീഴിലായിടും. തെറ്റുകൾ ചെയ്തു നാം മുന്നോട്ടു പോകുമ്പോൾ മല പോലെ പ്രശ്നങ്ങൾ മുന്നിൽ കിടക്കും. കണ്ണീർ കയങ്ങളിൽ മുങ്ങിക്കുളിച്ചു നാം നിലയില്ലാ കയങ്ങളിൽ താണുപോകും.
ഉണ്ടായിരിക്കട്ടെ. നേരായ പാതയിൽ കാലു ചലിക്കട്ടെ. എത്ര സുന്ദരമീ ജീവിതമെന്നറിയുവാൻ എല്ലാ മനുഷ്യർക്കും ഉൾക്കണ്ണുണ്ടാകട്ടെ. നന്മകൾ കൊണ്ടൊരു ലോകം പണിയുവാൻ നല്ല കാലങ്ങളിൽ നാം മറന്നിടുന്നു. ബന്ധുജനങ്ങളും വന്ന വഴികളും നല്ല കാലങ്ങളിൽ നാം മറന്നിടുന്നു. ബന്ധുജനങ്ങളും വന്ന വഴികളും. ചുറ്റുപാടുമുള്ള നിരവധി സ്കൂളുകളിലേക്കും ലൈബ്രറികളിലേക്കും പുസ്തകം കൈമാറി. കവിതാ സമാഹാരത്തിന്റെ ആദ്യ വിൽപ്പന എഴുത്തുകാരൻ അഡ്വക്കേറ്റ് സജീവന് നൽകി. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പ്രദേശവാസികൾ തുടങ്ങി നിരവധി പേരാണ് പുസ്തക പ്രകാശന ചടങ്ങിൽ എത്തിച്ചേർന്നത്. സ്കൂൾ മാനേജർ അനീഷ് ജേക്കബ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വെങ്ങോല.